പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അപകടം ഇത് പ്രഖ്യാപനമായിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് വെക്കുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സമയത്ത് നമ്മൾ കണ്ടതാണ് KSRTC ബസ്സുകളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അതേപോലെ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കൾ ഇവരൊക്കെ തന്നെ കയറിയതിനു ശേഷം ഇതിന്റെ ബ്രോഷറുകളുടെ കോപ്പി ആൾക്കാർക്ക് കൊടുക്കുകയും എന്നിട്ട് ഈ സ്ത്രീകളോട് നോക്കൂ, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മെയ് 15 മുതൽ ഇനി ഫ്രീ സർവീസ് ആണ്, നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കാതെ ഈ സർവീസ് എല്ലാം തന്നെ ഉപയോഗിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള റൈഡർ കണ്ടീഷൻസ്, നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ സ്റ്റാർ കണ്ടീഷൻ സപ്ലൈ എന്നൊരു കാര്യമില്ല, അവരുടെ മാനിഫെസ്റ്റോയിലും അതില്ല. അപ്പൊ ഇനി അത് വെക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലാണ്, ഓർഡിനറി ബസ്സുകളിലാണ്, സിറ്റി സർവീസിലാണ് എന്ന രീതിയിലത്തേക്ക് പറയുകയോ ദീർഘദൂര ബസ്സുകൾക്ക് അതില്ല എന്ന് പറയുകയോ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസിന് അതില്ല എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വഞ്ചന എന്ന രീതിയിലത്തേക്ക് പ്രതിപക്ഷത്തിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വടിയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, സത്യത്തിൽ ഈ സ്കീമുകളൊന്നും പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും ഇത്തവണ UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അവരെ അടിക്കുന്നതിന് വേണ്ടി ഒരു വടി വെട്ടി അങ്ങോട്ട് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പല പ്രഖ്യാപനങ്ങളുണ്ട്. അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന അതും മിനിമം 700 രൂപ ദിവസ വേതനം എന്നാണ്. ഇപ്പൊ ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിൽ ആശാ വർക്കർമാർ ഹാപ്പിയാണ് എന്നുള്ളതാണ് ഞാൻ കണ്ടത്. അത് എന്നെ ഒരല്പം ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 21,000 രൂപ പ്രതിമാസ ശമ്പളം എന്ന രീതിയിലത്തേക്ക് ഓണറേറിയം ഫിക്സ് ചെയ്യേണ്ടതുണ്ട്, പ്രതിദിന വേജസ് അങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്തിരുന്നത്. അത് ഉടനടി നടപ്പാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അപ്പോ ഇന്നിപ്പോ അവരുടെ പ്രധാനപ്പെട്ട അന്ന് ചർച്ചകളിലൊക്കെ പങ്കെടുത്ത സമരമുഖത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പ്രതികരിച്ചത് ഈ സർക്കാരിന്റെ ടേമിൽ ആ ഒരു അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. അപ്പൊ 5 വർഷം അവർ പറയുന്നത് എന്താ വെച്ചാൽ 21,000 ഇപ്പോഴും ആവശ്യം പ്രതിമാസ വേതനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ 3,000 രൂപ ഒറ്റയടിക്ക് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന് ചെയ്യാവുന്ന പരമാവധി കാര്യമാണ് ഈ തുടക്ക സമയത്ത്. അപ്പോൾ അതവർ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അടുത്ത ഘട്ടം ഘട്ടമായി കൂട്ടുമെന്നുണ്ടല്ലോ, അതവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നാണ്. 3,000 രൂപ ഒറ്റയടിക്ക് കൂട്ടിയ ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല, അതാണ് അവർ പറയുന്നത്. നേരത്തെ 1,000 രൂപ വീതം കൂട്ടിയ ഞാൻ പറയുന്ന പോയിന്റ് ഇത് ഏത് സമയത്തേക്കാണ് എന്നതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ അവർക്കൊരു ഉറപ്പ് കൊടുക്കേണ്ടതാണ്. കാരണം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ അവരുടെ സമര പന്തലിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഈ ആവശ്യം എന്താണോ അത് ക്യാബിനറ്റ് കൂടുന്ന സമയത്ത് ആദ്യത്തെ ദിവസം, അതായത് UDF ഗവൺമെന്റ് ഉണ്ടാക്കിയ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമാകും എന്നാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ അവർക്ക് കിട്ടുന്ന ഈ വർദ്ധിപ്പിച്ചതിന് ശേഷവും പ്രതിദിനം അവർക്ക് കിട്ടുന്നത് 400 രൂപയാണ്. 700 എന്നുള്ളതാണ് മിനിമം എന്നതാണ് പ്രഖ്യാപനം. അപ്പൊ ഏതൊരു സമയത്തേക്ക് നമുക്കതിനെ പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ പറയുന്നില്ല ഇന്നത്തെ ദിവസം തന്നെ